അസ്ഥികളാൽ ചുറ്റപ്പെട്ട ഒരു തടാകം. കേട്ടപ്പോൾ ഏതെങ്കിലും ഹൊറർ സിനിമയുടെ സീനാണെന്ന് കരുതിയോ? എങ്കിൽ തെറ്റി. വിനോദസഞ്ചാരികളെ വളരെയധികം ആകർഷിക്കുന്ന ഉത്തരാഖണ്ഡിലുള്ള രൂപ്കുണ്ട് തടാകത്തെ പറ്റിയാണ് ഈ പറഞ്ഞു വരുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 16,500 അടി മുകളിലായാണ് ഈ ഒരു തടാകം ഉള്ളത്. ട്രെക്കിങ്ങിനൊക്കെ വളരെയധികം അനുയോജ്യമായ പ്രദേശം. അതുകൊണ്ട് തന്നെ സഞ്ചാരികൾ വളരെയധികം ഇവിടേക്ക് എത്താറുമുണ്ട്. പക്ഷേ ഈ ഒരു തടാകത്തിൻ്റെ നിഗൂഢതകൾ ആരംഭിക്കുന്നത് ഇതിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന അസ്ഥികൂടങ്ങളിൽ നിന്നുമാണ്. 1942 മഞ്ഞുരുകാൻ തുടങ്ങിയപ്പോഴാണ് ഈ തടാകത്തിന് ചുറ്റുമുള്ള അസ്ഥികൾ ആദ്യമായി ദൃശ്യമാകുന്നത്. അതും ഒരു ബ്രിട്ടീഷ് ഫോറസ്റ്റ് ഗാർഡാണ് ഇതാദ്യമായി കണ്ടെത്തിയത്. എന്നാൽ ആദ്യകാലങ്ങളിൽ കരുതിയിരുന്നത് ഈ അസ്ഥികൂടങ്ങൾ പണ്ട് നടന്ന ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ജാപ്പനീസ് പട്ടാളക്കാരുടേതാണെന്നാണ്. എന്നാൽ 2004 ഈ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് നടന്ന കാർബൺ ഡേറ്റിംഗിലൂടെ മനസ്സിലാകുന്നു ഏകദേശം AD 850 മുതൽ ഈ അവശിഷ്ടങ്ങൾ തടാകത്തിന് ചുറ്റുമായി ഉണ്ടെന്നുള്ളത്. ഇത് വളരെയധികം ദുരൂഹതകൾക്കാണ് വഴിവെച്ചത്. കൂടാതെ ഒരുപാട് സിദ്ധാന്തങ്ങളും ഇതിനെ ചുറ്റിപ്പറ്റി ഉയർന്നു വരികയും ചെയ്തു. എന്നാൽ വർഷങ്ങൾ നീണ്ട വിപുലമായ DNA പരിശോധനയിലൂടെ ഹൈദരാബാദിലുള്ള സെന്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലർ ബയോളജി ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയത് ഈ അവശിഷ്ടങ്ങളിൽ 2 തരം ജനിതക ഘടനകളുള്ള മനുഷ്യന്മാരുണ്ട് എന്നുള്ളതാണ്. കൂടാതെ ഇവരുടെ തലയോട്ടിയിൽ നിന്നും ചുമരിൽ നിന്നും കണ്ടെത്തിയ അടയാളങ്ങളിലൂടെ ക്രിക്കറ്റ് ബോൾ വലിപ്പമുള്ള ഐസ് കട്ടകൾ തുടർച്ചയായി മുകളിൽ നിന്ന് വീണതിനാലാകാം ഇവർ മരണപ്പെട്ടതെന്നും ഗവേഷകർ അനുമാനിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇന്നും വേനൽക്കാലത്ത് മഞ്ഞുരുകുമ്പോൾ ദൃശ്യമാകുന്ന ഈ അസ്ഥികൂടങ്ങൾക്ക് പിന്നിലുള്ള യഥാർത്ഥ കാരണം ചുരുളഴിയാത്ത രഹസ്യമായി തന്നെ തുടരുകയാണ്.